ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 2 ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലേക്ക് കടക്കുകയാണ്. വിപണിയെ സംബന്ധിച്ചിട്ട് കടന്നുപോയ ഒരാഴ്ച വളരെ ക്രൂഷ്യലായിരുന്നു. US ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് ഡിസിഷനൊക്കെ വന്നു. അത് വളരെ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ആഴ്ചകളോളം എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിസിഷനായിരുന്നു. ഏകദേശം മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു എന്നുള്ള ഒരു അനുമാനമെങ്കിലും ഉണ്ടായെങ്കിലും പിന്നീട് മാർക്കറ്റ് നല്ല രീതിയിൽ അതിനെ ഉൾക്കൊണ്ടു. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച വളരെ നിർണായകമായിട്ടുള്ള സെഷനായിരുന്നു. നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എല്ലാ ഇൻഡെക്സുകളിലും നല്ല രീതിയിലുള്ള ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയും അതിനുശേഷമുള്ള ഓൾ ടൈം ഹൈയിൽ തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിലുണ്ടായിരുന്നത് നിഫ്റ്റി പോകുന്നു, അല്ലെങ്കിൽ സ്റ്റോക്കുകളുടെ പുതിയ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം നിഫ്റ്റിയും സെൻസെക്സൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഈവൻ നിഫ്റ്റിയിലും സെലക്റ്റഡ് സ്റ്റോക്കുകളല്ലാതെ മുന്നേറിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി കാണാനുണ്ട്. ഏതായാലും വെള്ളിയാഴ്ച മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡോട് കൂടിയാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയോടുകൂടി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ബൈയിങ് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമാണ് നിക്ഷേപകർക്കുള്ളത്. വളരെ ഒരു പോസിറ്റീവ് നോട്ടോട് കൂടിയാണ് ഈ ആഴ്ച നമ്മൾ വിപണിയിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു സർപ്രൈസും നമുക്ക് കൂടിയുണ്ട്. ഏതായാലും നിഫ്റ്റി 25,790 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 375 പോയിൻറ്റിൻ്റെ റാലിയാണ് നിഫ്റ്റിയിൽ സംഭവിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ 755 പോയിൻറ്റ് 53,793 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. സെൻസെക്സിൽ 84,544 കോടി രൂപയുടെ ബൈയിങ് ആണ്. US ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് ശേഷം US മാർക്കറ്റിലും ഒരു നല്ല രീതിയിലുള്ള പോസിറ്റീവ്നെസ് വന്നു. അതിൻ്റെ സപ്പോർട്ട് തന്നെയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്തത്. അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ആ ഒരു വലിയ ഇവൻ്റ് ഡിസ്കൗണ്ട് ചെയ്തതോട് തന്നെ പുതിയ ഫ്രഷ് ബൈയിങ് മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നു എന്നാണ് കരുതാൻ. കാരണം FIIസിൻ്റെ ഫിഗേഴ്സൊക്കെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 2 ആഴ്ച മാത്രമായിട്ട് 25,790 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. FIIs 14,064 കോടി രൂപയുടെ ബൈയിങ് ആണ് വെള്ളിയാഴ്ച മാത്രം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത്. കാരണം ജൂൺ വരെ അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി പോഡ്കാസ്റ്റിലും ഞാൻ പറഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് ജൂൺ മുതൽ ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബൈയിങ് മോഡിലാണ്. ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ കുറക്കും എന്നുള്ള ഒരു കാര്യം മുൻകൂട്ടി കണ്ടിട്ടാണ് FIIs മുൻകൂട്ടി വാങ്ങി തുടങ്ങിയതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം 4,427 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതും ഒരു നല്ല രീതിയിലുള്ള റാലിക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ വെള്ളിയാഴ്ച സഹായിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് നിഫ്റ്റിയിൽ ഈ ഒരു അവസ്ഥയിലും ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 25,900 ടു 26,000 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യത. അതായത് പതുക്കെ 26,000 നിഫ്റ്റി അടുക്കുന്നു എന്ന് വേണം പറയാൻ. ഈ 25,791 ക്ലോസിങ് നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് നൽകുന്നത് 25,900 ടു 26,000 എന്ന് പറഞ്ഞ ഒരു ബ്രോഡ് 100 ബേസിസ് പോയിൻ്റ് റേഞ്ച് തന്നെയാണ്. അതേസമയം നിഫ്റ്റി പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ടുള്ളത് 25,500 ടു 25,550, അല്ലെങ്കിൽ ഒരു മൈനർ സപ്പോർട്ട് 25,600 ഉണ്ട്. അതിന് താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,500 ടു 550 ഒരു വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ട് നിൽക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതായത് നിഫ്റ്റിയിൽ ഒരു ബ്രോഡ് ബേസ്ഡാണ് ഈ ഒരു ക്ലോസിങ്ങോട് കൂടി നൽകിയിരിക്കുന്നത്. 25,500 ഡൗൺ സൈഡിലും 25,900 ടു 26,000 എന്ന് പറയുന്ന അപ്പർ സൈഡ് റാലിയുമാണ് നമുക്ക് ക്യാപ്പ് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ US മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങും ചെറിയ നെഗറ്റീവ് നോട്ടോട് കൂടിയാണ്. FTSE ഡോ ജോൺസും അതുപോലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും ചെറിയ മൈനസോട് കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത് ചെറിയ കൺസേൺ ആയിരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്രോഡ് ബേസ്ഡ് റാലിയല്ല. ചെറിയ കറക്ഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ഹെൽത്തി മാർക്കറ്റും ഉണ്ടാവുള്ളൂ. ചെറിയൊരു 100-200 പോയിൻ്റ് കറക്ഷൻസ് വരുമെന്നല്ല, ആ ഒരു രീതിയിലുള്ള കറക്ഷൻസ് ഈ വീക്ക് എക്സ്പെക്റ്റ് ചെയ്താൽ പോലും ഒരു ലോങ് സൈഡിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഫ്യൂല് കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതാണ് നിഫ്റ്റിയുടെ ബ്രോഡ് ബേസ്ഡ് റാലി ആയിട്ട് കാണാനുള്ളത്. അപ്പോൾ ഇനി മറ്റുള്ള നിഫ്റ്റി അനാലിസിസുകളിലേക്ക് സപ്പോസ് നമുക്ക് മറ്റുള്ള സ്റ്റോക്ക് ബേസ്ഡും സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഞങ്ങളുടെ അഡ്വൈസറി സർവീസസിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്ട്സിനും ഒക്കെ ആയിട്ട്
ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. സെക്ടർ സ്പെസിഫിക് ആയിട്ട് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് പറയാനുള്ളത് ടെലികോം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് തന്നെയാണ്. ട്രൈയുടെ റിപ്പോർട്ടുകളും മറ്റൊക്കെ വന്നിട്ടുണ്ട്. അതിന് പുറമെ ടെലികോം ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീംസ് PLI സ്കീം 2026 കൂടി അവസാനിക്കുകയാണ്. പക്ഷേ ഈ അടുത്തായിട്ട് സംഭവിച്ചിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലൊക്കെ സംഭവിച്ചിരിക്കുന്ന സ്ഫോടനങ്ങളും മറ്റും ഈ പേജർ ഇഷ്യൂസും ലെബനോണിലൊക്കെ സംഭവിച്ചിരിക്കുന്ന സ്ഫോടനങ്ങൾ സർക്കാരിനെ കൊണ്ട് വീണ്ടും ചിന്തിപ്പിക്കുകയാണ്. അതായത് ഈ ഒരു PLI സ്കീംസ് 5 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനും ലോക്കലി മൊബൈൽ ഡിവൈസസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനും അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷൻ ലോക്കലി തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിക്സൺ ടെക്നോളജിയൊക്കെ ഓൾറെഡി നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെയുള്ള മറ്റൊരു ടെലികോം എക്യുപ്മെൻറ്റ് പ്രൊഡ്യൂസറാണ് HFCL. എനിക്ക് തോന്നുന്നു അവരും ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറിയായി മാറാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു PLI സ്കീം 2026 നിന്ന് 5 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ HFCL പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട്, പ്രത്യേകിച്ചും ടെലികോം എക്യുപ്മെൻറ്റ് മാനുഫാക്ചറായിട്ടുള്ള ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിരിക്കും. ഒരു 170, 180, 190 റേഞ്ചിലൊക്കെ പോകാനുള്ള കപ്പാസിറ്റി HFCL ഈ ഒരു ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി അങ്ങോട്ട് ഞാൻ നേരത്തെ പല വീഡിയോകളായിട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ഫെസ്റ്റിവൽ സീസണാണ്. ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും സെഗ്മെൻറ്റുകളിലും മൂവ്മെൻറ്റുകൾ വന്നേക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കമ്പനിയാണ് ബർജർ പെയിൻറ്റ്. നമുക്കറിയാം 510, 520 മുതൽ ഇതുപോലുള്ള വീക്ക്ലി പോഡ്കാസ്റ്റിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. ദീപാവലിയോടുകൂടി ഇത് 20-25% റിട്ടേൺ തരുമെന്നുള്ളത്. 520, 525 റേഞ്ചിൽ നിന്ന് ഓൾറെഡി സ്റ്റോക്ക് 600 മുകളിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോഴും ഈ ഒരു സ്റ്റോക്ക് ലൈംലൈറ്റിൽ വരാൻ സാധ്യത അല്ലെങ്കിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ 2-3 കമൻട്രികളാണ്. അവർ പുതിയ പ്രൊഡക്റ്റുകൾ ഇന്നോവേറ്റ് ചെയ്യുന്നതിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മാർക്കറ്റ് പൊസിഷൻസ് കോമ്പറ്റീഷൻ ചാലഞ്ചിങ് ആണെങ്കിൽ കൂടി മാർക്കറ്റ് പൊസിഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യുന്നു. കൺസ്യൂമർ ഡിമാൻഡ് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ്. അതായത് ടയർ 2, ടയർ 3 സിറ്റികളിലും അതുപോലെ തന്നെ റൂറൽ മാർക്കറ്റുകളിലും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കമ്പനി മാക്സിമം ശ്രദ്ധിക്കുന്നു. 12% വോളിയം ഗ്രോത്ത് അതിൻ്റെ ഫലമായിട്ട് കമ്പനി അച്ചീവ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അതിന് കാരണമായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ സൊല്യൂഷനും മറ്റുള്ള ഓപ്പറേഷണൽ എഫിഷ്യൻസിയൊക്കെ തന്നെ, അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്ത് എഫിഷ്യൻസി കൂട്ടി മാക്സിമം മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇൻവെൻട്രി സ്റ്റോക്കുകൾ മാനേജ് ചെയ്യുന്നതിൽ അനാവശ്യമായിട്ട് കൂടുതൽ പൈസ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ, സ്റ്റോക്കിൻ്റെ സെൻസ് അവരുടെ ഇൻവെൻട്രി, അവരുടെ കെട്ടിക്കിടക്കുന്ന അൺസോൾഡ് ഗുഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത് പോകുക എന്നുള്ള സ്ട്രാറ്റജി കൂടി കമ്പനി ഫോക്കസ് ചെയ്യുന്നു, ഷാർപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 650, 660, 70 റേഞ്ചിലേക്കെങ്കിലും ദീപാവലിയോട് അടുക്കുന്ന സമയത്തേക്ക് ബർജർ പെയിൻറ്റ് പോകാനുള്ള സാധ്യതകളാണ്. പ്രത്യേകിച്ചും ക്രൂഡിൻ്റെ പ്രൈസിൽ വന്നിരിക്കുന്ന ഇൻവെൻട്രി ഒരു ചെറിയ ബെനിഫിറ്റായിട്ട് ഈ കമ്പനിയെ തുണച്ചേക്കാം. അതുപോലെ ടയർ 2, ടയർ 3 സിറ്റികളിൽ ടഫ് കോമ്പറ്റീഷനാണ് പെയിൻറ്റ് മാർക്കറ്റിൽ നടക്കുന്നതെങ്കിലും ഈ കമ്പനിക്ക് ഒരു എഡ്ജ് ഉള്ളതായിട്ട് തോന്നുന്നു. പ്രത്യേകിച്ചും ടെക്നോളജി പരമായിട്ടും ഓപ്പറേഷൻ എഫിഷ്യൻസി പരമായിട്ടും ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൊണ്ട് ബർജർ പെയിൻറ്റ് ഫെസ്റ്റിവൽ മൂഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് വരാം. അതുപോലെ തന്നെ ഫണ്ടമെൻ്റലി ഓപ്പറേഷണലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് യുണൈറ്റഡ് സ്പിരിറ്റ്. ഫെസ്റ്റിവലായിട്ട് പറയുന്ന സമയത്ത് തന്നെ ആൽക്കഹോൾ കമ്പനികളെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൽക്കോ ബെവറേജ് കമ്പനി തന്നെയാണ് ഇവർ. ഏറ്റവും കൂടുതൽ കൺസ്യൂമർ ഗുഡ്സും സ്പിരിറ്റും, കാരണം 80ഓളം ബ്രാൻഡുകളാണ് ഈ കമ്പനിക്കുള്ളത്. അതിൽ വിസ്കി വരുന്നു, റം, വോഡ്ക, ജിൻ, അങ്ങനെ ഇതിൽ 11ഓളം ബ്രാൻഡുകൾ 10 ലക്ഷത്തിലധികം കേസുകൾ ഒരു വർഷം വിൽക്കുന്ന ബ്രാൻഡുകളായിട്ടാണ് യുണൈറ്റഡ് സ്പിരിറ്റിനെ കാണുന്നത്. അതുപോലെ തന്നെ കമ്പനി വളരെ സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുള്ളൊരു കമ്പനിയാണ്. കൺസ്യൂമേഴ്സിൻ്റെ ചോയ്സിൽ ഏറ്റവും കൂടുതൽ സുപ്പീരിയർ ആയിട്ട് വരുന്ന ഒരു കമ്പനി കൂടിയാണ് ഇതിൻ്റെ പല ബ്രാൻഡുകളും യുണൈറ്റഡ് സ്പിരിറ്റിൻ്റെത്. ഇന്ത്യയിലെ ഒരു 2 ബ്രാൻഡഡ് സ്പിരിറ്റ് വിൽക്കുന്നതിൽ അതിലൊന്ന് എപ്പോഴും ഈ ഒരു കമ്പനിയുടെ ബ്രാൻഡ് ആയിരിക്കും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിലെ ആൽക്കഹോൾ ബിവറേജ് അല്ലെങ്കിൽ ആൽക്കഹോൾ സെഗ്മെൻറ്റിൽ വരുന്ന ഏറ്റവും നല്ല ചോയ്സ് ആയിരിക്കും യുണൈറ്റഡ് സ്പിരിറ്റ്. ഈ ഫെസ്റ്റിവൽ സീസൺ മുന്നിൽ കണ്ടുകൊണ്ട് നിക്ഷേപിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു 1650, 1680 റേഞ്ചിലേക്കും പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ട് യുണൈറ്റഡ് സ്പിരിറ്റ് ക്വാളിഫൈ ചെയ്യുന്നു. ഒരു മൊമെൻറ്റ് വരുന്ന സമയത്ത് നിഫ്റ്റിയിൽ തീം ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഓഹരികളായിട്ടാണ് ഈ പറയുന്ന ബർജർ പെയിൻറ്റും HFCL, യുണൈറ്റഡ് സ്പിരിറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, സെബി കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് വളരെയേറെ നിയമങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നതാണ്. F&O സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളായാലും ശരി, പല റെഗുലേഷൻസും റൂൾസും സെബി കാലാകാലങ്ങളായിട്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ സെബിയുടെ ലേറ്റസ്റ്റ് അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് ബ്രോക്കേഴ്സും സബ് ബ്രോക്കേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ്. ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയെ ചിലപ്പോൾ സ്വാധീനിക്കാവുന്ന ചില ഡിസിഷനാണ്. കുറച്ച് മീഡിയകളും കാര്യങ്ങളൊന്നും ഇത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ അവരുടെ സെബിയുടെ ഔട്ട്കം പ്രസ് റിലീസിൽ കാണുന്ന ഒരു കാര്യം, സബ് ബ്രോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ബ്രോക്കേഴ്സിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സബ് ബ്രോക്കേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അവരെ മുകളിൽ കൺട്രോൾ ചെയ്യണമെന്നുള്ളതാണ്. കാരണം ബ്രോക്കേഴ്സിൻ്റെ റവന്യൂവിൽ ഒരുപാട് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് സബ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഇൻഫ്ലുവൻസ് വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ പോലുള്ള മറ്റു മാധ്യമങ്ങൾ വഴിയോ ആൾക്കാരെ കൂടുതലായിട്ടും ബ്രോക്കിംഗ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നവരാണ് ഈ സബ് ബ്രോക്കേഴ്സായിട്ട് അറിയപ്പെടുന്നത്. സോ അവരെ മുകളിൽ ഒരു കൺട്രോൾ സെബി പറയുന്നത് ഞങ്ങൾ നേരിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് കുറച്ചുകൂടി കാഠിന്യമുള്ളതായിരിക്കും. അതേസമയം ബ്രോക്കേഴ്സ് തന്നെ അവരുടെ കീഴിലുള്ള സബ് ബ്രോക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളത്. കാരണം അവർ വളരെ വൈഡായിട്ട് രീതിയിൽ കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്യുന്നു, ഗ്യാരണ്ടീഡ് റിട്ടേൺ കൊടുക്കുന്നു, അങ്ങനെ പലതർക്കും നഷ്ടം സംഭവിക്കുന്നു എന്നുള്ള പരാതി സെബിയിൽ വർദ്ധിക്കുന്നു എന്നാണ് സെബി പറയുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങൾ സബ് ബ്രോക്കേഴ്സ് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ അത് ബ്രോക്കിംഗ് ബിസിനസ്സുകളിലും അവരുടെ റവന്യൂവിലും ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതുപോലെ ഈ സബ് ബ്രോക്കേഴ്സ് വഴി ഉണ്ടാകുന്ന ലോസ് ബ്രോക്കേഴ്സ് താങ്ങേണ്ടി വരും എന്നുള്ള ഒരു രീതി കൂടി, അതായത് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്ന കംപ്ലയിൻറ്റുകളും കാര്യങ്ങളും ബ്രോക്കേഴ്സ് അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലും സെബി ഒരു കൃത്യമായിട്ടുള്ള വാർണിംഗ് ബ്രോക്കേഴ്സിന് കൊടുത്തിരിക്കുന്നു. അതിനു പുറമെ ബ്രോക്കിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും സെബി പറയുകയുണ്ടായി. ഈ 3 കാര്യങ്ങളും തിരിച്ച് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസ് ബ്രോക്കിംഗ് ബിസിനസ്സുകൾ എടുക്കുകയാണെങ്കിൽ, ഓൾ ഇന്ത്യ ബ്രോക്കേഴ്സ് അസോസിയേഷനും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻ വരികയാണെങ്കിൽ ബ്രോക്കിംഗ് ഫേമുകളെ സംബന്ധിച്ചിട്ട്, കാരണം നല്ല രീതിയിൽ റാലി നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രോക്കിംഗ് ബിസിനസ്സുകളിൽ, ചിലപ്പോൾ ഒരു ചെറിയ ഒരു ബ്രേക്ക് ഡൗണിന് സാധ്യതയുണ്ട്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെബി ബ്രോക്കേഴ്സിന് 2 ദിവസം മുമ്പാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. സോ ഭാവിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസ് വരികയാണെങ്കിൽ ഈ ഒരു സെക്ടർ കോൺസെൻട്രേഷൻ മീൻസ് ചെറിയൊരു റിസ്ക് എഫക്റ്റിലേക്ക് വരും എന്നുള്ളതാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസണുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്ത, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ച് റിപ്പോർട്ട് വന്നത് ഇനി അങ്ങോട്ടുള്ള കല്യാണ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടാണ്. നവംബർ മുതൽ ഡിസംബർ, അതായത് ഒക്ടോബർ മുതൽ അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് 35 ലക്ഷം കല്യാണങ്ങളാണെന്നാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കല്യാണ മാർക്കറ്റ്, അതായത് പല സ്ഥലങ്ങളിലായിട്ട് ഒരു പണം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അത് ഡെക്കറേഷന് വേണ്ടിയായാലും ഹോട്ടൽസിന് വേണ്ടിയായാലും ഇവൻറ്റ് മാനേജ്മെൻ്റ് ആയാലും അപ്പാരൽസ് വാങ്ങുന്നതിനും ജ്വല്ലറി ആയാലും അങ്ങനെ പലതരത്തിൽ ഈ ഒരു വെഡ്ഡിംഗ് മാർക്കറ്റ് ഇന്ത്യയിൽ രൂപ ചെയ്യുന്നുണ്ട്. ഏകദേശം 4.25 ലക്ഷം കോടി രൂപയുടെ വിവാഹ മാർക്കറ്റാണ് ഇനി അങ്ങോട്ട് 3 മാസത്തിൽ ഇന്ത്യ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു വെഡ്ഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സ്റ്റോക്കുകളിലും മൂവ്മെൻറ്റുകൾ വന്നേക്കാം. പ്രത്യേകിച്ചും ജ്വല്ലറി ബിസിനസ്സാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എമൗണ്ട് ചിലവാക്കുന്നത് ജ്വല്ലറിയിൽ തന്നെയാണ്. ഏകദേശം കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് 15 മുതൽ 18% വരെ ടോട്ടൽ വെഡ്ഡിംഗ് കോസ്റ്റിൻ്റെ 18-20% വരെ ഏകദേശം ജ്വല്ലറി കോസ്റ്റ് തന്നെയാണ്. ഇപ്രാവശ്യം അതൊരു ഡബിൾ ബെനിഫിറ്റ് ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചതുകൊണ്ട് തന്നെ കസ്റ്റംസ് ഡ്യൂട്ടിയിലൊക്കെ തന്നെ വരുത്തിയത് കാരണം ജ്വല്ലറി ബിസിനസ്സിൽ കുറച്ചുകൂടി മുന്നേറ്റം കാണാനുള്ള സാധ്യതകളാണ് റിപ്പോർട്ട് പ്രകാരം കാണുന്നത്. അതുപോലെ തന്നെ അപ്പാരൽ ബിസിനസ്സുകൾക്ക് 10 മുതൽ 13% വരെയാണ് വെഡ്ഡിംഗ് വസ്ത്രങ്ങൾക്കും മറ്റുമായിട്ട് ടോട്ടൽ റവന്യൂയുടെ അല്ലെങ്കിൽ ടോട്ടൽ വിവാഹ കോസ്റ്റിൻ്റെ വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലും മൂവ്മെൻറ്റുകൾ വന്നേക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഹോട്ടൽ ഇൻഡസ്ട്രിയുമായിട്ട് പല ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ ബിസിനസ്സുകളിലും ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് പ്രകാരം സൂചിപ്പിക്കുന്നത്. ഏകദേശം 5 മുതൽ 7% വരെയാണ് വെഡ്ഡിംഗ് എക്സ്പെൻസിൻ്റെ 5 മുതൽ 7% വരെയാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ വരുന്നത്. അതുപോലെ തന്നെ കാറ്ററിംഗ് ആയാലും 10 മുതൽ 12% വരെയും, അപ്പാരൽസും, ഇങ്ങനെ പലതരത്തിലുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഏതായാലും ജ്വല്ലറി ബിസിനസ്സുകളിലെ ടാറ്റയുടെ തനിഷ്ക്, ടൈറ്റൻ പോലുള്ള കമ്പനികൾ ഹോട്ടൽ ബിസിനസ്സിൽ ഇന്ത്യൻ ഹോട്ടലായാലും അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡഡ് ഹോട്ടലുകളിലേക്കുമുള്ള ചിലവുകൾ, അപ്പാരൽ ബിസിനസ്സിൽ ആദിത്യ ബിർള ഫാഷൻ, അതുപോലെ തന്നെ മ്യാൻമർ അങ്ങനെയുള്ള മാന്യവെയർ അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള റിട്ടേൺസ് വരുന്ന സമയമായിരിക്കും ഇനി അങ്ങോട്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
മറ്റൊരു വാർത്ത മെറ്റൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കഴിഞ്ഞ ഒന്നര മാസമായിട്ട് മെറ്റൽ സെഗ്മെൻറ്റിൽ വലിയൊരു രീതിയിലുള്ള മൊമെൻറ്റുകളില്ല. അതേസമയം മെറ്റൽ സെഗ്മെൻറ്റിൽ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോൾ മെറ്റലുകളുടെ പ്രൈസ് അല്ലെങ്കിൽ മെറ്റൽ കമ്പനികളുടെ ഷെയർ പ്രൈസുകളിൽ വലിയ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു. പല മെറ്റലുകളും, അതായത് കോപ്പർ, സിങ്ക്, സിൽവർ പോലുള്ള മെറ്റലുകളിലൊക്കെ തന്നെ അവരുടെ 2 മാസത്തെ ഉയർന്ന നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഫെഡറൽ റിസർവിൻ്റെ ഡിസിഷൻ വന്നതോടുകൂടി പല സെൻട്രൽ ബാങ്കുകളും പലിശ നിരക്ക് കുറയും, അതുവഴി ഡിമാൻഡ് വർദ്ധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെയുള്ള അനുമാനം. അതുകൊണ്ട് തന്നെ മെറ്റൽ ഓഹരികളിൽ അല്ലെങ്കിൽ മെറ്റൽ ഡിമാൻഡ് വർദ്ധിക്കുമെന്നുള്ള കാര്യമാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും കോപ്പറിൽ ഇൻവെൻട്രി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് കോപ്പറിനെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. കോപ്പറിന് നല്ല ഡിമാൻഡ് ഭാവിയിലും വരാനുള്ള സാധ്യതകളാണ് ഇത് കാണുന്നത്. ചൈനയിൽ ഇൻഡസ്ട്രിയൽ പാക്കേജ് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ചൈനയിലെ പ്രോപ്പർട്ടി മാർക്കറ്റ് ഓൾറെഡി തകർന്നു കിടക്കുകയാണ്. അപ്പോൾ അവരുടെ റിവൈവലിനായിട്ട് എത്ര തന്നെ പല പാക്കേജുകളും പ്രഖ്യാപിച്ചുകൊണ്ടും അവർക്ക് കാര്യങ്ങളില്ല. അപ്പോൾ പുതിയ ഹൗസുകൾ, പഴയ സെക്കൻഡ് ഹാൻഡ് ഹൗസുകൾ വാങ്ങുന്നവർക്കുള്ള പുതിയ പാക്കേജുകളുമായിട്ട് ചൈന പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ മെറ്റൽ ഇൻഡസ്ട്രിയിൽ കൂടുതൽ റിവൈവലിന് കാരണമായിട്ടുണ്ട്. അല്ലെങ്കിൽ ആകെ മൊത്തം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ മെറ്റൽ പ്രൈസസിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനോട് കൂടി ഒരു പുതിയ ഫേസിലേക്ക് വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചൈന പാക്കേജ് കൂടി എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മെറ്റൽ ഡിമാൻഡ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്കോണമി എന്നുള്ള ഡിമാൻഡ് പിക്കപ്പ് സ്വാഭാവികമായിട്ടും മെറ്റലിനെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ മോത്തിലാൽ ഒസ്വാളിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ട് പ്രകാരം അവർ കോപ്പറിന് ഏറ്റവും വലിയ ടാർഗറ്റാണ് $11,000 per ton ഡോളർ എന്ന് പറയുന്ന പുതിയ ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. സിൽവറിനും $40 മുകളിൽ അവർ പ്രതീക്ഷിക്കുന്നു. 5 മുതൽ 7% വരെ ആണ് ഈ വർഷം കോപ്പറിൻ്റെ പ്രൈസിൽ എക്സ്പെക്റ്റേഷൻ വരുന്നത്. സിൽവറും കോപ്പറും അതുപോലെ തന്നെ അലുമിനിയവുമാണ് ബുള്ളിഷ് സെഗ്മെൻറ്റിലെ പല ബ്രോക്കിംഗ് ബിസിനസ്സുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റിൽ വന്നിരിക്കുന്ന പലിശ നിരക്കിൽ വന്നിരിക്കുന്ന കുറവ്, അല്ലെങ്കിൽ RBI കൂടി പലിശ നിരക്ക് കുറക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ ഒരു പുതിയ ഉണർവിന് കാരണമായേക്കാം. ഈ ഒരു ഉണർവും റിയൽ എസ്റ്റേറ്റ് ബിൽഡിംഗ് കൂടുതലായി കൺസ്ട്രക്ഷൻ കൂടുന്ന സമയത്ത് സ്റ്റീൽ പോലുള്ള മിക്സ് മെറ്റലുകൾക്ക് പ്രിയമേറി വരാം. എനിവേ, ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനോട് കൂടി മെറ്റൽ അതുപോലെ തന്നെ സിമെൻറ്റ് പോലുള്ള സെഗ്മെൻറ്റുകളിൽ പോസിറ്റീവ് മൊമെൻറ്റത്തിനുള്ള സാധ്യതകളും കാണുന്നു. ഒക്ടോബർ-ഡിസംബർ മാസങ്ങളിൽ RBI കൂടി പലിശ നിരക്ക് കുറക്കുമെന്നുള്ള വിശ്വാസമാണ് ഇതിനൊക്കെ കാരണമായിട്ട് വഹിപ്പിക്കുന്നത്. ഏതായാലും ഒരു സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവായിട്ട് നിൽക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലോബൽ നെഗറ്റീവ്സ് വരാതിടത്തോളം കാലം മാർക്കറ്റ് ഒരു ചെറിയ കറക്ഷൻസ് തന്നാൽ പോലും ഒരു ബൈ ഓൺ ഡിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്ത് അപ്സൈഡിൽ നമുക്ക് ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുപോലെ ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട IPO ഇഷ്യൂസ് എന്ന് പറയുന്നത് മാൻപ ഫിനാൻസും അതുപോലെ തന്നെ KRN ഹീറ്റ് എക്സ്ചേഞ്ചസുമാണ്. മാൻപ ഫിനാൻസിൻ്റേത് ഒരു 151 കോടി രൂപയുടെ IPO ആണ്. KRN ഹീറ്റ് എക്സ്ചേഞ്ചസിൻ്റേത് 342 കോടി രൂപയുടെ IPO ആണ്. ഈ 2 IPOയും കൂടി ഏകദേശം 500 കോടി രൂപയുടെ IPO ഈ ആഴ്ച മാർക്കറ്റിലെ മെയിൻ ബോർഡിൽ നിന്ന് വരുന്നു. പിന്നെ SME IPOകളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഇതിൽ മാൻപ ഫിനാൻസ് IPOയുടെ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ടും IPO അനാലിസിസ് വഴി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ മാൻപ ഫിനാൻസിൻ്റെ IPO ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. KRN ഹീറ്റ് എക്സ്ചേഞ്ചസിൻ്റെത് വീണ്ടും ഒരു 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആ വീഡിയോ കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾ ടുഗെദർ ഇതാണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ടാർഗറ്റ് 26,000-ലേക്കാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമോ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം 25,500, 600 ലെവലുകളിൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് നിഫ്റ്റി തരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ആ ഒരു ബ്രോഡ് റേഞ്ച് 500 പോയിൻ്റ് ബ്രോഡ് റേഞ്ച് റാലിക്ക് ശേഷം മാർക്കറ്റ് എടുക്കുന്നു എന്നുള്ളതാണ്. ചെറിയ കറക്ഷൻസ് ഉണ്ടായാൽ പോലും ഈ ഒരു റേഞ്ചിനുള്ളിലാണെങ്കിൽ നമുക്ക് ബൈ ഓൺ ഡിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. കൃത്യമായിട്ട് ഗ്ലോബൽ മാർക്കറ്റുകൾ വ്യൂ ചെയ്യുക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസുമാണ് കൂടുതലുള്ളത്. സെക്ടർ ടേൺ ഓവർ വരുന്നുണ്ട്, അല്ലെങ്കിൽ സെക്ടർ ടേണിംഗ് വരുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രൂപ്പ് മെമ്പേഴ്സിൽ ഞാൻ സ്കിങ്ങിലും കാര്യങ്ങളിലൊക്കെ സെക്ടർ ഡിവൈഷൻ വരുന്ന കാര്യങ്ങളും പല സ്റ്റോക്കുകളിലും നമുക്കറിയാം പവർ സ്റ്റോക്കുകളിലും റെയിൽവേ സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മൊമെൻറ്റത്തിന് ശേഷം വീണ്ടും ഒരു സ്ലഗിഷ്നെസ് വന്നിട്ടുണ്ട്. പക്ഷേ പല സ്റ്റോക്കുകളിലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലെ മൊമെൻറ്റുകളും കാണുന്നുണ്ട്. അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കൃത്യമായിട്ട്. ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിലുള്ള കാര്യങ്ങളുള്ളത്. കൂടുതൽ സ്റ്റോക്ക് സ്പെസിഫിക്കുമായിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളൊക്കെ തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. അതിൽ ഇന്നലെ നമ്മൾ ചെയ്ത വീക്കിലി വീഡിയോയിലും ഒരു സ്റ്റോക്കിനെ കുറിച്ച്, ബാങ്കിങ് സെക്ടർ എന്നുള്ള സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ അടക്കം റിസർച്ച് നോട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലുള്ള റിസർച്ച് നോട്ടുകൾ അടക്കമാണ് സ്കിങ്ങിലും മറ്റുമൊക്കെ ആയിട്ട് മാർക്കറ്റ് മാഗ്നറ്റിലായാലും ഞാൻ റിസർച്ച് നോട്ടുകൾ ഷെയർ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഞങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ഗൈഡൻസിനായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ
ഇവിടെ പല സ്റ്റോക്കുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പലതും നമ്മുടെ സ്വിംഗ് സ്കീമിൽ ഉള്ളതും അതുപോലെ ഇല്ലാത്തതും പുതുതായിട്ട് കവറേജ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. അതുതന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള അനാലിസിസുകളും മറ്റും നടത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ ഇന്നത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഓഹരി ടാൽബ്രോ ഓട്ടോസ് ആണ്. പലപ്പോഴായിട്ട് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ സംസാരിച്ച ഓഹരിയാണ്. പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുകയും ചെയ്തു. വീണ്ടും ടാൽബ്രോസ് ഓട്ടോയുടെ ഒരു സെഗ്മെൻറ്റ് പോസിറ്റീവായിട്ട് തോന്നി. ടാൽബ്രോ ഓട്ടോ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ് ഓട്ടോ കോമ്പണൻറ്റ് പ്ലെയർ ആണ്. പ്രത്യേകിച്ചും മൺസൂണൊക്കെ കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഫെസ്റ്റിവൽ സീസണിൽ ഓട്ടോമൊബൈൽ ഡിമാൻഡ് കൂടും, അല്ലെങ്കിൽ ഓട്ടോ സെക്ടറിൽ ഡിമാൻഡ് പിക്കപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സോ ടാൽബ്രോ ഓട്ടോ ഒരു ഡൈവേഴ്സിഫൈഡ് ഓട്ടോ കോമ്പണൻറ്റ് പ്ലെയർ ആണ്. അവർ ഓട്ടോ സെഗ്മെൻറ്റ്സിലെ 2 വീലേഴ്സിനും പാസഞ്ചർ വെഹിക്കിളും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും ഓഫ് ഹൈവേ വെഹിക്കിളും ഫാം എക്യുപ്മെൻറ്റ്സിനൊക്കെ തന്നെ അവർ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഗ്യാസ്കറ്റും ഹീറ്റ് ഷീൽഡും ഫോർജിങ്സും സസ്പെൻഷനൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആൻറ്റി വൈബ്രേഷൻ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ലൈക്ക് ടാറ്റ, അതുപോലെ തന്നെ JLR, മാരുതി സുസുക്കി, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോ, ഇങ്ങനെ പല സെഗ്മെൻറ്റുകളിലായിട്ട് ഇവർ പ്രൊഡക്റ്റുകൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പല കമ്പനികളിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് സ്പൈക്ക് കൂടി ഈ കമ്പനിയെ പോസിറ്റീവായിട്ട് ബാധിക്കാം. ഇവരൊക്കെ തന്നെ എല്ലാവരുടെയും നോക്കിക്കഴിഞ്ഞാൽ ആരും തന്നെ ഒരു 15% കൂടുതൽ ഇവരുടെ റവന്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് സ്പ്രെഡ് ആയിട്ടുള്ള റിസ്ക് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഓട്ടോ കോമ്പണൻറ്റിന് അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇൻഡസ്ട്രി ഒരു ഓട്ടോ പ്ലെയറിനെ ഒരു ഓട്ടോ മൊബൈൽ കമ്പനിയെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഇവരുടെ റവന്യൂ മാക്സിമം 15% കൂടുന്നില്ല. ഇവരുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ Q2 റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. Q1 റിസൾട്ട് നോക്കുകയാണെങ്കിലും റവന്യൂവിൽ 12% വർധനമാണ്. അതായത് 204 കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ 25% വർധനവ്, അതായത് 23 കോടി രൂപ. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 20.6 കോടി രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഷെയറിന് 3 രൂപ 34 പൈസ കമ്പനി Q1 നേടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ മൊത്തം 2023-24 സാമ്പത്തിക വർഷത്തെ മൊത്തം ഒരു വർഷത്തെ EPS 12 രൂപ 70 പൈസയായിരുന്നു. അത് ഇപ്പോൾ തന്നെ ഫസ്റ്റ് ക്വാർട്ടറിൽ 3 രൂപ 34 പൈസ കമ്പനി കവർ ചെയ്ത് കഴിഞ്ഞു. കമ്പനിയുടെ മാർജിൻ എക്സ്പാൻഷൻ എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം പ്രത്യേകിച്ചും റവന്യൂ മിക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ട്രാക്ടർ സെയിൽസിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം മൺസൂൺ ടൈംലി അറൈവലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ്സും കമ്പനിയിൽ വന്നേക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ ഓർഡർ ബുക്ക് നോക്കിയാലും വളരെ സ്ട്രോങ് ആണ്. 2000 കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്ക് ഇപ്പോഴുള്ളത്. ഇത് അടുത്ത 5 മുതൽ 7 വർഷം വരെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. അത് വളരെ പോസിറ്റീവായിട്ട് തോന്നി. അതുപോലെ തന്നെ പുതിയ ഓർഡറുകളും കമ്പനി വിൻ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇലക്ട്രിക് വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂറോപ്യൻ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റുകളിലും OEM മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. EV മാർക്കറ്റ് വളരെ പുതിയ ഫേസിലേക്ക് പോവുകയാണ്. ഗ്രോത്ത് ഡ്രൈവറാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ റവന്യൂ മിക്സിൽ ഇപ്പോൾ ഈ 3% EV ഗ്രോത്ത് അത് 2027 കൂടി 12% വർദ്ധിക്കും എന്നാണ് കാണുന്നത്. സോ ഈ ഒരു എല്ലാ കാര്യങ്ങൾ കൊണ്ട് തന്നെ ടാൽബ്രോ ഓട്ടോ എനിക്ക് തോന്നുന്നു ഒരു 320-330 റേഞ്ചിൽ അല്ലെങ്കിൽ 335 റേഞ്ചിൽ സ്ട്രോങ് ആയിട്ടൊരു ബൈ തന്നെയാണ്. എൻ്റെ ഒരു അടുത്ത ടാർഗറ്റ് ഒരു 360-370 റേഞ്ച് ആയിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഈവൻ ലോങ് ടേമിൽ പോലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടാണ് ടാൽബ്രോ ഓട്ടോനെ നൽകുന്നത്. ഒരേ റിസ്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള മൊത്തം ബാധിക്കുന്ന എന്തെങ്കിലും ഡിമാൻഡോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ടാൽബ്രോ ഓട്ടോയുടെ നെഗറ്റീവായിട്ട് വരിക. അല്ലാതെ ഇപ്പോൾ ഞാൻ നേരത്തെ ഉദ്ദേശിച്ച പോലെ ടാറ്റ മോട്ടോഴ്സും JLRും മാരുതി സുസുക്കിയും ബജാജ് ഓട്ടോ ഹീറോ മോട്ടോ ഒക്കെ തന്നെ ഇതിൻ്റെ കസ്റ്റമറായിട്ട് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവരുടെ ഒക്കെ തന്നെ ഡിമാൻഡ് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ കമ്പനിയെ കൂടി പോസിറ്റീവായിട്ട് ഭവിക്കും. അതുപോലെ ഫോഴ്സ് മോട്ടോഴ്സ് ഞങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ ആയിരുന്നു. ഒരു തരത്തിൽ 7000-6000 ലെവലിൽ 9800 വരെ പോവുകയുണ്ടായി. പിന്നീട് വീണ്ടും കറക്ഷൻ വന്നിരിക്കുകയാണ്. ഫോഴ്സ് മോട്ടോഴ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടും പുതുതായിട്ട് നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ടും ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഞാൻ ഒരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കംപ്ലീറ്റ് ആയിട്ട്. നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഞങ്ങളുടെ റെക്കോർഡഡ് ഓഡിയോ അവിടെ കിട്ടുന്നതാണ്. അതേപോലെ ഇപ്പോഴും ഫോഴ്സ് മോട്ടോഴ്സിൽ എൻ്റെ വ്യൂ പോസിറ്റീവ് തന്നെയാണ്. 9500 to 10,000 തന്നെയാണ് ടാർഗറ്റ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത ഓഹരികളിലൊക്കെ തന്നെ മൂവ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ബ്ലൂ ഡാർട്ട് ഈ ഒരാഴ്ച 9300 മുകളിൽ വരികയുണ്ടായി. ബ്ലൂ ഡാർട്ട് ഞങ്ങൾ ഇതേപോലെ പോഡ്കാസ്റ്റിൽ നിർദ്ദേശിച്ചൊരു ഓഹരിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. കെയർഫുൾ ആവുക, സ്റ്റേ ഇൻവെസ്റ്റഡ്. അതുപോലെ തന്നെ ഡിപ്സിൽ ബൈ ചെയ്യാനുള്ള ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ മാർക്കറ്റ് വിശകലനങ്ങൾക്കും മറ്റുമായിട്ട് ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകളും മറ്റും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റേ ഇൻവെസ്റ്റഡ്, ഹാപ്പി ഇൻവെസ്റ്റ്മെൻറ്റ് വീക്ക്. താങ്ക് യു.